ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നത്തെ യാത്ര ഒരു സ്പെഷ്യൽ യാത്രയാണ്. അതിൻ്റെ റീസണൊക്കെ ഞാൻ പുറകെ പറയാം. നമ്മുടെ വണ്ടി ഇപ്പോൾ വന്നു, എല്ലാവരും വണ്ടിയിലോട്ട് കയറാണ്. നമ്മുടെ ജിയാനൊക്കെ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കേട്ടോ, അമ്മ ഡ്രസ്സ് ഇട്ട് കൊടുക്കുവാണ്, ഉറക്കപ്പിച്ചാണ്. നമ്മുടെ ഒരു സൂപ്പർ കപ്പിൾ ഇരിക്കുന്നുണ്ട്, ചിറ്റനും ചിറ്റയും. വീണ്ടും ചുറ്റിരിക്കുന്ന ഹരിക്കുട്ടി, നമ്മുടെ ചേച്ചിയും ചേട്ടനും താണ്ട അച്ചുകൊണ്ട് അച്ചു ഒളിച്ചിരിക്കുക കേട്ടോ, ശ്രീകുട്ടിയും. പിന്നെ നമ്മൾ കുറച്ച് റിലേറ്റീവ്സൊക്കെ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയൊക്കെ വണ്ടി കയറി സെറ്റായി. വണ്ടിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എങ്ങോട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവിടെ ചെന്നിട്ട് ഞാൻ പറയാം, ഒരു സർപ്രൈസ് എന്ന രീതിയിൽ പറയാം. നമ്മുടെ ജിയാമോനാണ്. ജിയാമോൻ ഇപ്പോഴാണെന്ന് ഉറക്കച്ചടവൊക്കെ മാറി ഇപ്പോൾ ഒരു ആക്റ്റീവായത്. നമ്മൾ കുറച്ച് യാത്രയ്ക്ക് ശേഷം ചായ കുടിക്കാൻ നിന്നു. പാവൻ ചേട്ടൻ എനിക്ക് ചായ തണുപ്പിച്ച് തന്നു കേട്ടോ, ചോദിച്ചു. അങ്ങനെ ചായ കൂടി കഴിഞ്ഞു. രാവിലെ തന്നെ നമ്മൾ ചേട്ടൻ ലൈസറൊക്കെ ഇട്ട് വന്ന് തുള്ളാൻ തുടങ്ങി. ചേട്ടനുണ്ട്, വിപിൻ ചേട്ടനുണ്ട്, അത് ഹരിക്കുട്ടനുണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അങ്ങനെ മോർണിംഗ് നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ, നല്ല എൻജോയ് ചെയ്ത് പോകാൻ തുടങ്ങി. പിന്നെ ശേഷം നമ്മൾ കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൻ്റെ അവിടെ നിർത്തി. ഹോട്ടലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ നല്ല മറ്റേ ഈ റംബൂട്ടാൻ എല്ലാ വീടുകളിലും റംബൂട്ടാന്മാർ നിൽപ്പുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് കിട്ടത്തില്ല, ബിക്കോസ് അവരത് വില പറഞ്ഞു വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. നമ്മളെ കൊണ്ടൊന്നും പറിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചു കുറച്ച് റംബൂട്ടാൻ. അങ്ങനെ നമ്മൾ റംബൂട്ടാനൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അകത്ത് ഹോട്ടലിൽ കയറി നമ്മൾ കഴിക്കാനായിട്ടിരുന്നു. ചെറിയൊരു കടയായിരുന്നു, അവിടെ അപ്പമായിരുന്നുള്ളത്. എല്ലാവർക്കും അപ്പം പറഞ്ഞു. ശേഷം ഞങ്ങൾ കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. മുട്ടക്കറിയും ഗ്രീൻ പീസ് കറിയായിരുന്നു അവിടുത്തെ സ്പെഷ്യൽ. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ചു. ഞങ്ങൾ വീണ്ടും യാത്രയായി. ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്തോറും മഴ കൂടി വരുന്ന പോലെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം മഴയ്ക്ക് കുറവുണ്ട്. ഇപ്പം ഈ സ്ഥലം കണ്ടിട്ട് മനസ്സിലായില്ലേ നമ്മളിപ്പോൾ എവിടെയാണ്. നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നതാണ്. നമ്മളതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി നിൽക്കുകയാണ്. നമ്മളിനി അപ്പുറത്തോട്ട് പോകാനായിട്ട് സെറ്റ് ചെയ്യുകയാണ് കണ്ടോ. ഓരോരുത്തരായിട്ട് ക്രോസ് ചെയ്ത് പോവുകയാണ്. നമ്മളിത് ഓപ്പണിങ്ങിൻ്റെ എൻട്രിയുടെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ നിറയെ ഈ കോട്ട് വിൽപ്പനക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇങ്ങനെ മഴയായിരിക്കും വാങ്ങാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് വലിയ മൈൻഡ് കൊടുത്തില്ല, കാരണം ഇച്ചിരി മഴയല്ലേ. പിന്നെ ഇപ്പം ഞങ്ങൾ കയറിയ സമയത്ത് വലിയ മഴയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൂളായിട്ട്. പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ആ കോട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. അങ്ങനെ ഞങ്ങളതേ ടിക്കറ്റൊക്കെ എടുത്തിട്ടു അകത്തോട്ട് കയറുന്നത് വലിയൊരു ഇങ്ങനെ ഒരു കയറ്റമാണ് കേട്ടോ. ഇങ്ങനെ ഇച്ചിരി പാടാണ്, വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ കയറി. പിന്നെ മേളിൽ ചെന്ന് നമുക്ക് താഴത്തോട്ട് ആ വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ വീണ്ടും താഴത്തോട്ടാണ് പോകുന്നത്. മേളിൽ ചെന്നിട്ട് വീണ്ടും ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി കുറച്ച് പാടാണ്, എങ്കിലും താഴത്തെ വ്യൂ അടിപൊളിയാണ് കണ്ടോ. ആ വെള്ളച്ചാട്ടം പൊള്ളിയായിരുന്നു വൈബ്. ഇവിടുന്ന് അകലെ നിന്ന് കാണാനും അടുത്ത് പോയി നിന്ന് കാണാനും ഒരു പ്രത്യേക അടിപൊളി വൈബായിരുന്നു കണ്ടോ. അവിടെ കണ്ടോ കുറേ അധികം പേര് കോട്ടിട്ടുകൊണ്ട് നിന്നാലും നനയും നമ്മൾ. അത്രയ്ക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സാണ് കണ്ടോ. ഞാനൊക്കെ അയ്യോ ഫുള്ള് ജീൻസ് ഇട്ടിട്ട് ഞാൻ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു, ഷർട്ടും. എൻ്റെ ചേട്ടനാണ് അവിടെ ഷർട്ടിടാൻ നിൽക്കുന്നത്. ചേട്ടനൊക്കെ നല്ല അടിപൊളി വൈബാണ്. അതായത് വെള്ളം താഴത്തോട്ട് വരുന്നതിൻ്റെ ഒരു ഫോഴ്സിലാണ് തെറിച്ച് നമ്മൾ ഫുൾ നനയും. നമ്മൾ കോട്ടിട്ടാലും നനയും. എന്നിരുന്നാലും സൂപ്പറായിരുന്നു. നമുക്കധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഫോണിലോട്ട് ഇങ്ങനെ വെള്ളം തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് അകലെ നിന്ന് എടുത്ത്. പിന്നെ നമുക്ക് അവരൊരു കയറ് കെട്ടിയിട്ടുണ്ട്, നമുക്കതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പുറത്ത് നിന്നാൽ എന്ത് വെള്ളമാണെന്നറിയാം. പക്ഷെ കുറച്ചും കൂടി മേലോട്ട് കയറി നിൽക്കുമ്പോഴത്തേക്കും വെള്ളം തെറിച്ച് വീഴത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഫുള്ള് നനയും. ഞാനൊക്കെ ഫുൾ അട്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഇറങ്ങുകയാണ്. അമ്മയും ചേച്ചിയും ഒക്കെ എൻ്റെ പുറകെ തന്നെ ഞാൻ ഇറങ്ങുവാണ്. അതിരപ്പള്ളിയിൽ നമ്മൾ ടാറ്റ ബൈ പറയുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയിലോട്ട് കയറി നമ്മുടെ സ്ഥലം വിടാൻ പോവാണ്. അപ്പോൾ ഇവിടെ വണ്ടിക്കകത്ത് ഗാനമേള തുടങ്ങി. നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ആ ചേട്ടൻ അടിപൊളിയായിട്ട് പാടിയ ശേഷം ഞാനും വിപിൻ ചേട്ടനും കൂടി പാട്ട് കുളവാക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ തട്ടിയും മുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാടിയുണ്ട്.
അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പാണെങ്കിലും മാക്സിമം നമ്മൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് ടാറ്റ